ലോകസുഖങ്ങളെല്ലാം എന്തു നേട്ടം നൽകും? ലോകം മുഴുവൻ നേടും നീ ആത്മം നഷ്ടമാക്കിയിടിൽ. ലോകസുഖങ്ങളെല്ലാം എന്തു നേട്ടം നൽകും? മടങ്ങി വാ നിൻ ദൈവത്തിൻ ചാരി, നിത്യജീവനേകിടും യേശുവിൻ ചാരി. മടങ്ങി വാ നിൻ ദൈവത്തിൻ ചാരി, നിത്യജീവനേകിടും യേശുവിൻ ചാരി. വരുമോ നീ വരുമോ, ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ നീ വരുമോ, ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ നീ വരുമോ, ദൈവത്തിങ്കലേക്കു നീ വരുമോ? ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കുന്നവൻ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയും സ്വന്തം ആത്മാവിന്റെ ശത്രുവുമാണ്. വഞ്ചന നിറഞ്ഞ് ആസക്തികളാൽ കലുഷിതമായ ആ പഴയ മനുഷ്യനെ ദൂരെയെറിയുക. പകരം വിശുദ്ധിയുടെ അടയാളമായ പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക. സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ട് നിത്യ നരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവരാജ്യത്തിൽ യേശുവിനോടൊപ്പം ദൈവമഹത്വത്തിൽ കൂട്ടവകാശികളാകുന്നത്. അതിനാൽ സഹോദരങ്ങളെ, ദൈവത്തിലേക്ക് മടങ്ങി വരാം. നിത്യജീവന്റെ ഉറവയിൽ നിന്ന് കുടിക്കാം. മടങ്ങി വാ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ. യേശു നിനക്കായി കാത്തിരിക്കുന്നു. ദൈവസ്വരം കേൾക്കാൻ നീ വൈകിപ്പോകുന്നതെന്തേ? നാളെ നാളെ എന്ന് നീട്ടിവെക്കുന്നതെന്തേ? ദൈവസ്വരം കേൾക്കാൻ നീ വൈകിപ്പോകുന്നതെന്തേ? നാളെ നാളെ എന്ന് നീട്ടിവെക്കുന്നതെന്തേ? മടങ്ങി വാ നിൻ ദൈവത്തിൻ ചാരി, നിത്യജീവനേകിടും യേശുവിൻ ചാരി. മടങ്ങി വാ നിൻ ദൈവത്തിൻ ചാരി, നിത്യജീവനേകിടും യേശുവിൻ ചാരി. വരുമോ നീ വരുമോ, ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ നീ വരുമോ, യേശുവിങ്കലേക്കു നീ വരുമോ? വരുമോ നീ വരുമോ, യേശുവിങ്കലേക്കു നീ വരുമോ? ദൈവത്തിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും അരുത്. ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുക. അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവം പറയുന്നു, എന്റെ കുഞ്ഞെ, നീ എന്താണ് എന്റെ സ്വരം ശ്രവിക്കാത്തത്? ഞാൻ നിന്റെ ദൈവവും നീ എന്റെ സ്വന്തവുമാണ്. നീ മടങ്ങി വാ, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ.
എല്ലാം ദാനമല്ലെന്ന മട്ടിൽ ആത്മവഞ്ചനയാൽ നീ ജീവിക്കുന്നതെന്തേ? ദാനമായിരിക്കെ എല്ലാം ദാനമല്ലെന്ന മട്ടിൽ ആത്മവഞ്ചനയാൽ നീ ജീവിക്കുന്നതെന്തേ? അനുതപിക്കൂ നീ എൻ മകനെ, നിത്യജീവനെങ്കിലേക്ക് നീ വരുമോ? അനുതപിക്കൂ നീ എൻ മകനെ, നിത്യജീവനെങ്കിലേക്ക് നീ വരുമോ? വരുമോ? നീ വരുമോ? ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ? നീ വരുമോ? ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ? നീ വരുമോ? യേശുവിങ്കലേക്കു നീ വരുമോ? എല്ലാം ദാനമായിരിക്കെ ദാനമല്ലെന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു? നിന്റെ നേട്ടങ്ങളെല്ലാം നിന്റെ പ്രയത്നം കൊണ്ടാണെന്ന് ചിന്തിച്ച് നീ എന്തിന് ആത്മവഞ്ചന ചെയ്യുന്നു? ദൈവം ചോദിക്കുന്നു, ഇന്ന് ഈ ദിവസം നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ വിളിച്ചാൽ നീ കൂട്ടിവെച്ചിരിക്കുന്നതെല്ലാം ആരനുഭവിക്കും? നിന്റെ പ്രയത്നങ്ങളെല്ലാം ആർക്കു വേണ്ടി? നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വാ. പൂർണ്ണ ഹൃദയമോടെ നീ ദൈവത്തെ സ്നേഹിക്കാതെ നശ്വര സൃഷ്ടിയിൽ നീ ആശയർപ്പിക്കയെന്തേ? പൂർണ്ണ ഹൃദയമോടെ നീ ദൈവത്തെ സ്നേഹിക്കാതെ നശ്വര സൃഷ്ടിയിൽ നീ ആശയർപ്പിക്കയെന്തേ? മടങ്ങിവാ നിൻ ദൈവത്തിൻ ചാരി, നിത്യജീവനേകിടും യേശുവിൻ ചാരി. മടങ്ങിവാ നിൻ ദൈവത്തിൻ ചാരി, നിത്യജീവനേകിടും യേശുവിൻ ചാരി. വരുമോ? നീ വരുമോ? ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ? നീ വരുമോ? ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ? നീ വരുമോ? യേശുവിങ്കലേക്കു നീ വരുമോ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുന്നു. സൃഷ്ടാവിനേക്കാളുപരി സൃഷ്ടിയെ നീ സ്നേഹിക്കരുത്. ദൈവം പറയുന്നു, നീ എനിക്ക് മകനും ഞാൻ നിനക്ക് ദൈവവുമാണ്. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ, മടങ്ങുക. പ്രിയപ്പെട്ടവരെ, അനുതാപ ഹൃദയമോടെ തിരിച്ചു വരിക. യേശു നിന്നെ വിളിക്കുന്നു. ശ്രേഷ്ഠനായിരുന്നാലും നീ നിത്യനരകത്തിൽ വീണ നിന്റെ സ്ഥാനമാനം എന്തു നേട്ടം നൽകും?
ശ്രേഷ്ഠനായിരുന്നാലും നീ നിത്യനരകത്തിൽ വീണ നിന്റെ സ്ഥാനമാനം എന്തു നേട്ടം നൽകും? മടങ്ങിവാ നിൻ ദൈവത്തിൻ ചാരി, നിത്യജീവനേകിടും യേശുവിൻ ചാരി. മടങ്ങിവാ നിൻ ദൈവത്തിൻ ചാരി, നിത്യജീവനേകിടും യേശുവിൻ ചാരി. വരുമോ നീ വരുമോ, ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ നീ വരുമോ, ദൈവത്തിങ്കലേക്കു നീ വരുമോ? വരുമോ നീ വരുമോ, ദൈവത്തിങ്കലേക്കു നീ വരുമോ?